വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ മേഖലയിൽ 4ാം ദിവസവും തെരച്ചിൽ തുടരുന്നു. ഇനി 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. അതേസമയം കൊങ്കൺ റെയിൽവേയുടെ വിദഗ്ധ സംഘം അപകട സ്ഥലം സന്ദർശിക്കും. തുരങ്കപാത നിർമ്മാണം തുടരണോ എന്ന് പഠിക്കാനുള്ള വിദഗ്ധ സമിതിയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വൈഷ്ണവ പ്രഭാകരൻ ചേരുന്ന വിവരങ്ങളുമായി. വൈഷ്ണവ, ഏതായാലും ഇനി 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഈ 2 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ 4ാം ദിവസവും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ കൊങ്കൺ റെയിൽവേയുടെ വിദഗ്ധ സംഘം ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് 4ാം ദിവസമാണ്. ഇന്ന് 4ാം ദിവസവും തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് തെരച്ചിൽ തുടരുകയാണ്. 2 പേരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇതുവരെ 6 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നലെ കാലാവസ്ഥ അനുകൂലമായതിനാൽ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായിരുന്നു. ദ്രുതഗതിയിലുള്ള തെരച്ചിൽ നടത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ 3 പേരുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. അതിനായിട്ടുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 2 സോൺ, കാര്യമായ 2 സോൺ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. ഒന്ന് മീനാക്ഷി പുഴയുടെ തീരത്തും അതുപോലെ പാലത്തിന് സമീപത്തുമായാണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കെടാവർ നായകളുടെ അടക്കം സഹകരണത്തോടെയാണ് ഈ ഒരു തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കണ്ടെത്താനുള്ള 2 പേരെന്ന് പറയുന്നത് രാകേഷ് ഗുജേത്, സർവേയർ ആയിട്ടുള്ള പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള രാകേഷ് ഗുജേത് എന്ന് പറയുന്നുള്ള ഒരാളും അതുപോലെ കൺസ്ട്രക്ഷൻ മാനേജറായ ഹിമാചൽ സ്വദേശി വിക്രം റാണ, ഈ 2 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതുപോലെ തന്നെ അതേസമയം തന്നെ കൊങ്കൺ അധികൃതർ ഇന്ന് തുരങ്കപാത നിർമ്മാണ സ്ഥലം സന്ദർശിക്കും. അതുപോലെ തന്നെ 2 പേര് ചികിത്സയിൽ തുടരുന്ന 2 പേര് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന അവർ ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതുപോലെ വിദഗ്ധ സമിതി വിദഗ്ധ സമിതിയെ ഇന്ന് നിയമിച്ചേക്കും. തുരങ്കപാത ഇനി തുടരണോ, അതുപോലെ ഈ നിർമ്മാണം ഇനി ആരംഭിക്കണോ എന്നൊക്കെ അറിയാനുള്ള വിദഗ്ധ സമിതിയെ ഇന്ന് നിയമിച്ചേക്കും. ഇതിൽ ജിയോളജിക്കൽ വകുപ്പ്, അതുപോലെ തുരങ്കപാത അധികൃതർ, അതുപോലെ ശാസ്ത്രജ്ഞർ എന്നിവരടങ്ങുന്ന സംഘമൊക്കെ ഇതിലുണ്ടാകും. ഇവരുടെ പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇനി തുരങ്കപാതയുടെ ഭാവി നിർണ്ണയിക്കുക. എന്തായാലും തെരച്ചിൽ വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് യെല്ലോ അലേർട്ട് ആയതിനാൽ തന്നെ ഇന്നലത്തെ പോലെ കാര്യമായ മഴയൊന്നുമില്ലാതെ നല്ല രീതിയിൽ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കരുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചതിനാൽ തന്നെ തെരച്ചിൽ വളരെയധികം ദുഷ്കരമായിരുന്നു. ഇന്നലെ എന്നാൽ കാര്യമായി തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നു. കാരണം പുഴയിലെ കുത്തൊഴുക്ക് കുറഞ്ഞിരുന്നു, മഴ മാറി നിന്നിരുന്നു. അതൊക്കെ ആണ് തെരച്ചിൽ പുരോഗമിക്കാനും 3 മൃതദേഹങ്ങൾ ലഭിക്കാനും സാധിച്ചത്. അപ്പോൾ ഇന്നും വളരെ നല്ല രീതിയിൽ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോയി ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീപ്തി. ശരി, എന്തായാലും കള്ളാടിയിലെ മണ്ണിടിച്ചിൽ മേഖലയിൽ 4ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. 2 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കൊങ്കൺ റെയിൽവേയുടെ വിദഗ്ധ സംഘം ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും. അതോടൊപ്പം തന്നെ തുരങ്കപാത നിർമ്മാണം തുടരണോ എന്ന് പഠിക്കാനുള്ള വിദഗ്ധ സമിതിയും ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമാണുള്ളത്. ഏതായാലും 4ാം ദിവസവും തെരച്ചിൽ തുടരും എന്ന വിവരമാണ് ലഭിക്കുന്നത്. വൈഷ്ണവ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.